ഇപ്പോ ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ബലാത്സംഗ കേസുകൾ അതിലിപ്പോ ഭൂരിഭാഗവും വ്യാജ കേസുകളാണെന്ന് ഓരോ ദിവസം തെളിഞ്ഞു വരികയാണ്. അതിലിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റേപ്പ് കേസാണ് ഈ നിവിൻ പോളി ദുബായിൽ വെച്ച് 3 ദിവസം തടവിലാക്കി മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വനിത രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. എല്ലാ ധൈര്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ആ സ്ത്രീ എല്ലാ ചാനലിലും കയറിയിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു കേസിന്റെ നിജസ്ഥിതി ഇപ്പൊ കുറേശ്ശെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും നമുക്ക് പറയാം. പക്ഷെ അതിന് മുന്നേ മുകേഷിന്റെ ഒരു പീഡന കേസ് ഉണ്ടല്ലോ. മുകേഷ് ഒരു മീനു മുനീറ പറഞ്ഞ സ്ത്രീനെ ബലാത്സംഗം ചെയ്യാൻ നോക്കി, അതിൽ ഏതാണ്ട് കുറച്ചൊക്കെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ മുകേഷിനെതിരെ. ആ ഒരു കേസില് ചില വഴിത്തിരിവുകൾ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു സംഭവം നടന്നത് 2010-ലാണ്. ഇപ്പൊ 14 വർഷം കഴിഞ്ഞു. അങ്ങനെ 14 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ധൈര്യത്തിലാണ് ആ ഒരു കേസ് കൊടുക്കുന്നതെന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞിരുന്നു, മീനു മുനീറ. അത് മാത്രമല്ല, ഈ മീനു മുനീറയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫേമസ് ആവണം. അത് സിനിമയിൽ വലിയ ക്ലച്ചൊന്നും പിടിച്ചില്ല. അപ്പൊ ഇനിയിപ്പോ ഫേമസ് ആവാനുള്ള എല്ലാ അവസരവും നോക്കി നടക്കുകയാണ്. അതിന്റെ ഒരു തെളിവായിട്ട് നമ്മൾ കണ്ടത് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഈ മുകേഷിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നു, പീഡനത്തിനെ കുറിച്ചിട്ട്. ആ സമയത്ത് ആ ചാനൽ ആ സ്ത്രീയുടെ മുഖം ബ്ലറാക്കി. അങ്ങനെ ബ്ലറൊന്നും ആക്കാൻ പറ്റൂല, എന്റെ മുഖം കാണിക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചു. അങ്ങനെ വാശി പിടിക്കുന്ന ഒരു സ്ത്രീനെ ഞാൻ ആദ്യമായിട്ട് കാണുക. പീഡിപ്പിക്കപ്പെട്ടിട്ടും എന്റെ മുഖം കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാല് അത് വ്യക്തമാക്കി തരുന്നത് പ്രശസ്തിയാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയുമാണ് കളിക്കുന്നത്. എന്തായാലും മുകേഷിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു മുകേഷിന്റെ അഡ്വക്കേറ്റ് തന്നെ പറയാണ്, കേട്ടു നോക്കാം. ആ 2010 ശേഷം അവർ ഇങ്ങോട്ട് അയച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. 2010 ശേഷം അവർ ഈ 2023 ഡിസംബർ 31 ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് അയച്ചിട്ടുള്ള മെസ്സേജസ് അടക്കം നമ്മൾക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും നമ്മൾ കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ട്, അവരാവശ്യപ്പെട്ട സംഖ്യ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവർ 2022-ലൊക്കെ അവർ അപ്ലോഡ് ചെയ്ത ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന പടം നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്കിൻ്റെ കവർ പോസ്റ്റ് എന്ന് പറഞ്ഞല്ലേ, കവർ പോസ്റ്റ് എന്നല്ലേ പറഞ്ഞു, കവർ പേജ് എന്ന് പറയുന്നതിനകത്ത് മുകേഷിൻ്റെയും അവരുടെയും കൂടെ ഉള്ള പടമുണ്ട്. അപ്പോൾ ടെക്നിക്കലി നമുക്ക് സാങ്കേതികമായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ ഹാജരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറേ എല്ലാം എന്താ പറയുക, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കണ്ടില്ല, അതായത് 2010-ലാണ് മുകേഷ് ബലാത്സംഗം ചെയ്തത് എന്നാണ് ഈ ഒരു മിനു മുനീറ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2010-ന് ശേഷം ഒരുപാട് തെളിവുകൾ വേറെയും കിടക്കുകയാണ്. അതായത് ഈ സ്ത്രീ വീണ്ടും മുകേഷുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലായിരുന്നു എന്നുള്ളതിന്. അതാണ് ഈ ഒരു അഡ്വക്കേറ്റ് പറയുന്നത്. ഈ നിരവധി വർഷങ്ങൾ ഈ ഒരു സ്ത്രീ മുകേഷിന്റെ കൂടെ നിരവധി ഫോട്ടോകൾ എടുക്കുക, മുകേഷിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക, മുകേഷിന്റെ കൂടെ ഭക്ഷണം കഴിക്കുക, മുകേഷിനോട് കടം ചോദിക്കുക, മുകേഷിന് പല പല ആശംസകളും അയക്കുക. എന്തിനിപ്പോ ന്യൂ ഇയറിന് വരെ ആശംസ അയച്ചു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബലാത്സംഗം ചെയ്ത ഒരു ക്രൂരനായ ഒരു പീഡകനോട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ബന്ധം പുലർത്തുന്നത്? അങ്ങനെ ബന്ധം പുലർത്തുന്നതിന്റെ അർത്ഥം എന്താണ്? ആ പീഡന കേസ് വ്യാജമാണെന്നല്ലേ? കാരണം ഈ കോടതിയിൽ ചോദിക്കല്ലോ, നിന്നെ പീഡിപ്പിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ കൂടെയാണോ ഫോട്ടോ എടുക്കുന്നത്? ആ വ്യക്തിയുടെ കൂടെയാണോ കറങ്ങി നടക്കുന്നത്? ആ വ്യക്തിയോടാണോ നീ കടം ചോദിക്കുന്നത്? ആ വ്യക്തിക്കാണോ ആശംസകൾ അയക്കുന്നത്? ഇതൊക്കെ ചോദിക്കല്ലോ. അപ്പോ ആ ഒരു കേസും ഏതാണ്ട് പുകയായി പോകാനാണ് സാധ്യത. പിന്നെ സിദ്ദീഖ് പീഡിപ്പിച്ചു പറഞ്ഞ ആ ഒരു മൂദേവി, ആ മൂദേവിയുടെ കേസും 10 പൈസക്കില്ലാതെ കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതിന്റെ അടുത്തതാണ് ഈ ഒരു നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിഭയങ്കര ധൈര്യത്തിൽ ഒരു സ്ത്രീ പല ചാനലിലും കയറി നിരങ്ങുന്നുണ്ട്. ആ സ്ത്രീയുടെ ഒരു വീട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു. ആ സ്ത്രീ സംസാരിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ദുബായിനെ കുറിച്ചൊക്കെ, അത് തന്നെ വളരെ വലിയ വൈരുദ്ധ്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആ സ്ത്രീ പറഞ്ഞിരുന്നത് 4 മാസമേ ഞാൻ ആയിട്ടുള്ളൂ ഈ ഒരു UAE എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റാന്ന് തോന്നുന്നു. കാരണം ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും ദുബായിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ആ സ്ത്രീ ഒരു ബാറൊക്കെ നടത്തുന്നുണ്ട് ആ സ്ത്രീയുടെ ഒരു റൂമിൽ ഒറ്റയ്ക്കൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ശമ്പളം വേണം. ആ സ്ത്രീ പറഞ്ഞത് ഒരു ബേബി സിറ്ററാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അത് തന്നെ വൈരുദ്ധ്യമാണ്. പിന്നെയും കുറെ സംഗതികളുണ്ട്. പക്ഷെ ഇപ്പൊ പുറത്തേക്ക് വന്നുള്ള സംഗതി എന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഈ ഒരു പീഡിതയായ പാവം സ്ത്രീ ഉണ്ടല്ലോ, നിവിൻ പോളി പീഡിപ്പിച്ച ആ സ്ത്രീ പല ചാനലിലും കൊടുത്ത ഡേറ്റ് ഉണ്ട്. അതായത് ഏതൊക്കെ ഡേറ്റിലാണ് പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോ 2023 ഡിസംബർ 14, 15, 16 3 ദിവസങ്ങളിലാണ് നിവിൻ പോളി ഈ സ്ത്രീനെ ദുബായിലുള്ള ഫ്ളാറ്റിൽ തടവിലാക്കിക്കൊണ്ടാണ് പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നത്, അതായത് ഈ നിവിൻ പോളിയുടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ടല്ലോ, അവര് പറയുന്നത് അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യമല്ല. കാരണം നിവിൻ പോളി കേരളത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് വിനീത് ശ്രീനിവാസൻ 2 വാക്ക് പറയണത് കേട്ടു നോക്കാം.
ഡിസംബർ 1, 2, 3 നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ജോയിൻ ചെയ്ത. 14, 15, 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 15 രാവിലെ എനിക്ക് 15 വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും. എന്റെ ഒരു ഓർമ്മ ഒരു 2:30 മണി 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു 3-3:15 ആയിട്ടുള്ളൂ. അതെ അതെ, അതൊരു സംശയമില്ല. 14th to 15th ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ. അതുകൊണ്ട് എനിക്കത് 100% പറയാൻ പറ്റും. കണ്ടില്ലേ, അതായത് ഒരു പ്രശസ്തനായ ഒരു നടൻ, അയാള് ദുബായിൽ പോയിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ, ഒരുപാട് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അയാളുടെ എല്ലാ ടൈം ടേബിളും അയാളുടെ എല്ലാ നീക്കുപോക്കിനും ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വളരെ വ്യക്തമാണ്, 14-ാം തീയതി ഈ നിവിൻ പോളി കേരളത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 15-ാം തീയതി പുലർച്ചെയാണ് ഈ ആൾക്കാരനൊക്കെ പിന്നെ ബൈ ബൈ പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് പോയത്. ഈ ഹോട്ടലും കേരളത്തിൽ തന്നെയാണ്. അപ്പൊ ഈ ഹോട്ടലിലേക്ക് പോയതിനു ശേഷം ആ ഹോട്ടലിലത്തെ ഈ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഉണ്ടല്ലോ, ആ ഒരു റെക്കോർഡ് പരിശോധിച്ചപ്പോൾ നിവിൻ പോളി 15-ാം തീയതി 4 മണിക്കാണ്, അതായത് വൈകിട്ട് 4 മണിക്കാണ് ആ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞത് 15-ഉം 16-ഉം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ 15-ാം തീയതി ദുബായിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ നിവിൻ പോളി എന്ത് ചെയ്യണം? കാരണം എയർപോർട്ടിലേക്ക് 3 മണിക്കൂർ മുന്നെത്തണമല്ലോ, പ്ലെയിൻ പറക്കുന്നതിന് മുമ്പ്. അപ്പോ ആ സമയത്ത് ഓടണം എയർപോർട്ടിലേക്ക്. ഏതാണോ എയർപോർട്ട് അതിലേക്ക് ഓടണം. കോഴിക്കോടായാലും വേണ്ട, തിരുവനന്തപുരം ആയാലും വേണ്ട, അങ്ങോട്ട് ഓടണം. അതിനുശേഷം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ 3 മണിക്കൂർ പിന്നെ ഉണ്ടല്ലോ, 5, 6, 7 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് കൂട്ടുക. അങ്ങനെ 7 മണിക്ക് ഫ്ലൈറ്റിൽ കയറുന്നു. ഒരു 3-3.5 മണിക്കൂർ ഈ ദുബായിലേക്ക് സഞ്ചരിക്കണം. 3 മണിക്കൂറിന് പിടിക്കുക. അപ്പൊ 8, 9, 10 അവിടെ എത്തുന്നു. 10 മണിക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 11 മണി രാത്രി അവിടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ നിവിൻ പോളി ഓടേണ്ടി വരും. കാരണം എന്താണ്? അവിടെ ആ പെണ്ണിനെ തടവിലാക്കി ബലാത്സംഗം ചെയ്യേണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ പോലും 15-ാം തീയതി അർദ്ധരാത്രിയോട് കൂടിയിട്ട് മാത്രമാണ് അവിടെ എത്തുള്ളൂ. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞത് 14-ഉം 15-ഉം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ 2 ദിവസം എന്തായാലും അസാധ്യമാണ് നിവിൻ പോളി അവിടെ എത്തുക എന്നുള്ളത്. പിന്നെ 16-ാം തീയതി എന്നുള്ളൊരു തീയതി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു തീയതിയിലാണെങ്കിൽ നിവിൻ പോളി കേരളത്തിൽ തന്നെ മറ്റൊരു ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ തെളിവ് ഉടനെ തന്നെ പബ്ലിക് ആക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 3 ദിവസം നിവിൻ പോളി കേരളത്തിലാണ് എന്ന് ഉറപ്പു വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ സ്ത്രീ, എന്തിന്റെ ധൈര്യത്തിലാണ് ഇങ്ങനത്തെ ഈ ഭൂലോക പറവടികൾ ഇങ്ങനെ ഇത്രയും ധൈര്യത്തിൽ നടന്നിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നത്? കാരണം ഇതൊക്കെ പറയുമ്പോ നമ്മളൊരു കാര്യം ചിന്തിക്കണം. മുമ്പ് ചെറുപ്പത്തിൽ ഒരു കഥ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് അതിൽ പറയുന്നത്, ഒരു ആട്ടിടയൻ എപ്പോ നോക്കിയാലും ചെന്നായി വന്ന് എന്റെ ആടിനെ പിടിച്ച് പറഞ്ഞിട്ട് അലറും. അപ്പൊ നാട്ടുകാരൊക്കെ ഓടി വന്നിട്ട് നോക്കുമ്പോ എന്താണ്, അവിടെ ചെന്നായൊന്നുമില്ല, വെറുതെ കളിയാക്കിയതാ. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തപ്പോ പിന്നെ നാട്ടുകാരെന്ത് ചെയ്ത്, അത് കളിയാക്കുന്നതാണ്, അങ്ങനെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ദിവസം ശരിക്കുള്ള ചെന്നായി വന്നു. അപ്പൊ നാട്ടുകാരനെ വിളിച്ചു രക്ഷിക്കണേ പറഞ്ഞിട്ട്. നാട്ടുകാർ ആരും ചെന്നില്ല. ആ ആടുകളിലൊക്കെ ആ ചെന്നായി കടിച്ചു കൊന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ സ്ത്രീകൾ. ഇന്നത്തെ ഈ കാലത്തെ ഈ സ്ത്രീകളുടെ വിചാരം, ഞങ്ങൾക്ക് നല്ല പ്രിവിലേജ് ആണ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ലോകം വിശ്വസിക്കും, ഞങ്ങളെ മാത്രമേ വിശ്വസിക്കൂ, ഞങ്ങളുടെ ഒരു വാക്ക് മതി പുരുഷന്മാരൊക്കെ ജയിലിലാക്കാൻ പറ്റും എന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നെഗറ്റീവായിട്ടാണ് സ്ത്രീകൾക്ക് വരിക. കാരണം ഇനി സ്ത്രീകൾ ആരും വിശ്വസിക്കൂല. കാരണം ഇപ്പൊ തന്നെ കണ്ടില്ലേ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വെറും കച്ചറകളാണ്. മയക്കുമരുന്ന് അടിക്കുക, പുരുഷന്മാരെ പിടിക്കുക, നുണ പറയുക, പൈസ ഉണ്ടാക്കുക, ഹണി ട്രാപ്പ് നടത്തുക, ഇങ്ങനത്തെ സ്ത്രീകളാണ് മൊത്തമുള്ളത്. പിന്നെ ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അതെല്ലാം തെളിയിക്കുന്നത്. അല്ലാതെ ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു നടനെ കുറിച്ച് എങ്ങനെയാണ് ഈ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആളൊരു അച്ചായത്തിയാണ്. എനിക്ക് തോന്നുന്നത് ഈ അച്ചായത്തിയുടെ ഭർത്താവും കൂടിയും ഇരുന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്ത്രീ ഏതൊരു ചാനലിൽ പോയാലും ഒരേപോലെ ഇങ്ങനെ എഴുതി വായിക്കുന്നത് പോലെയാണ് പറയുന്നത്. നിങ്ങൾ കേട്ടല്ലോ എന്റെ ചാനലിൽ, നിവിൻ പോളി കടന്നു വരികയും ഞങ്ങളെ തടവിലാക്കുകയും മയക്കുമരുന്ന് കൊടുക്കുകയും പീഡിപ്പിക്കുകയും എന്ന് പറഞ്ഞ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് 4-5 മാസം കാണാപ്പാടാക്കിയ സംഗതികൾ ഇങ്ങനെ ഓരോ ചാനലിൽ ഇരുന്ന് ഇങ്ങനെ തള്ളുകയാണ്. ഇതിന്റെ ധൈര്യത്തിന്റെ പിന്നിലത്തെ രഹസ്യം എന്താ അറിയോ? കാരണം സ്ത്രീകൾക്ക് ഈ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എവിടെയും ശിക്ഷയില്ല. സ്ത്രീകൾക്ക് എന്ത് നുണയും പറയാം. അത് അവസാനം നുണയാണെന്ന് തെളിയുമ്പോഴേക്കിനും ആ ഒരു പുരുഷൻ ഒരുപാട് വർഷം ജയിലിൽ കിടന്നുണ്ടാവും.
കാരണം 6 മാസം 7 മാസം ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിയും ജാമ്യം തന്നെ കിട്ടാൻ ഇങ്ങനത്തെ കേസിലൊക്കെ. എന്നതിന് ശേഷം ഈ സ്ത്രീ പറഞ്ഞത് നുണയാണെന്ന് തെളിഞ്ഞാലും സ്ത്രീക്ക് യാതൊരു പ്രശ്നമില്ല. 1 കൊല്ലം 2 കൊല്ലം ജയിലിൽ ഇട്ടതിന് ശേഷം നീ നിരപരാധി പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയും. പക്ഷെ സത്യത്തിൽ എങ്ങനെയാണ് വേണ്ടത്? നുണ പറഞ്ഞ ആ സ്ത്രീനെ പിടിച്ചിട്ട് അതേപോലെ ഒരു 10 വർഷം ജയിലിടണ്ടേ? അപ്പോഴാണ് ഇവരൊക്കെ പാഠം പഠിക്കുള്ളൂ. അപ്പൊ ഈ ശിക്ഷകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഇത്രയും ധൈര്യം ആരെ കുറിച്ച് നുണ പറയാ, കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാല്, ഈ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു അച്ചായത്തി ഉണ്ടല്ലോ, ആ അച്ചായത്തി ഒരു ചാനലിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് തീയതി മാറിപ്പോയിട്ടില്ല. കാരണം ഇവര് ഇടയ്ക്കിടയ്ക്ക് നുണ പറയും. ആ തീയതി അല്ലായിരുന്നു, ഈ തീയതി അല്ലായിരുന്നു ഒക്കെ പറയും. അപ്പൊ അതുപോലും ആ ഒരു TV ചാനലിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട്, തീയതി മാറിയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് തീയതി മാറിയിട്ടില്ല, കാരണം ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് കൃത്യമായി തീയതി വന്നെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് പരിശോധിച്ചിട്ടാണ് ഞാൻ തീയതി കണ്ടുപിടിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് 17-ാം തീയതി 2023 ഡിസംബർ 17-ാം തീയതി ഈ സ്ത്രീ തിരിച്ചു വരികയാണ് ദുബായിൽ നിന്ന്. അതിന് തൊട്ട് തലേ ദിവസം വരെ തടവിലായിരുന്നു. അപ്പൊ 16, 15, 14 3 ദിവസം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ തന്നെ കൺഫേം ചെയ്യാണ്. അതും കേട്ടു നോക്കുക. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. കാരണം എത്ര കൺഫേംഡ് ആക്കിയിട്ടാണ് കേരളത്തിലെ പ്രശസ്തമായ ചാനലുകളിൽ കയറിയിട്ടാണ് ഈ പറയുന്നത്. വളരെ കൺഫേം ആണ്. പക്ഷെ അത് മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട സംഗതി പറയട്ടെ, ഈ നടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കൾ ഇതുപോലത്തെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കോടീശ്വരന്മാരായിരിക്കും. ഒരു 4-5 സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ കോടികൾ ഉണ്ടാക്കാം. ഈ നിവിൻ പോളി, മുകേഷ്, സിദ്ദീഖ് ഇതുപോലത്തെ ആൾക്കാർ ജാംബോന്റെ കാലം മുതൽ സിനിമയിലുണ്ട്. അവരൊക്കെ കോടീശ്വരന്മാരാണ്. അങ്ങനത്തെ ആൾക്കാർ എന്തിനാണ് ഈ ജാതി ഊച്ചാളി മോറികളിനൊക്കെ തടവിലാക്കി ബലാത്സംഗം ചെയ്യുന്നത്? അവർക്ക് ഇത്തിരി പൈസ ചെലവാക്കി നല്ല ബ്യൂട്ടികളെ കിട്ടും. ദുബായിൽ തന്നെ, ഇനിയിപ്പോ ദുബായിലത്തെ കാര്യം എടുക്കുക, ദുബായിലാണെങ്കിൽ പോലും അവിടെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. റഷ്യൻ, ഈജിപ്ഷ്യൻ, യൂറോപ്യൻ. ആ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലോ കേരളത്തിലത്തെ ഏറ്റവും വലിയ സുന്ദരില്ലേ, അതിന്റെ 16 ഇരട്ടി സൗന്ദര്യം അവർക്കുണ്ട്. അവർക്കാണെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. ഇവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ തന്നെ അതിവരോളം ആസ്വദിക്കാം. പിന്നെ എന്തിനാണ് ഈ ജാതി കഴുതമൂറികളിലൊക്കെ ഇവർ ബലാത്സംഗം ചെയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിരങ്ങുന്നത് എന്തിനാണ്? പല പല സ്ഥലത്തേക്ക് പോവാ. പൈസ ഉള്ളവരല്ലേ. പിന്നെ അവർക്കൊരു ഡ്യൂട്ടി ടൈം ഒന്നും ഇല്ലല്ലോ. ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. ആ ഫ്രീ ആയ സമയത്ത് ലോകം കറങ്ങാനും പോവാ. ആ ഷൂട്ടിങ്ങിൽ നിന്ന് ഇഷ്ടം പോലെ പൈസയും കിട്ടും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ കഴുതമൂറും വെച്ചിട്ട് ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ സ്ത്രീകളല്ലോ മഹാചെറ്റകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, കണ്ടു നോക്കി. മഴയും പോരാത്തൊരാവിഞ്ഞ വൈബും. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമാണെങ്കിൽ ഇതുപോലെ മഴ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല മൂത്രം ഒഴിക്കാൻ പറ്റും. അപ്പൊ നൈസിലെ പാവാടയിൽ ബാഗിൽ കൂടെ ഇങ്ങനെ മഴയുടെ കൂടത്തില് വർക്ക് നൈസിലെ മൂത്രം ഒഴിച്ച് നടക്കും. മഴ നനയണോണ്ട് ആർക്കും മനസ്സിലാവില്ലല്ലോ. കാരണം ഇതൊക്കെയാണ് പെണ്ണ് ഇന്നത്തെ കാലഘട്ടത്തിലെ. ഒരു കാലത്ത് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലീനതയും കുലീനതയും ഒക്കെ ഉള്ള സ്ത്രീകളാണെന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. മാനം വെച്ചിട്ട് ഒരിക്കലും ഒരു സ്ത്രീ കളിക്കില്ല എന്നൊക്കെ ധരിച്ചു വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മാനം വിറ്റിട്ടും പൈസ ഉണ്ടാക്കുക, അതാണ് ഇപ്പൊ സ്ത്രീകൾ. കാരണം എന്താ സംസാരിക്കുന്നത്? ഇതൊക്കെയാണ് വലിയ വീഡിയോകൾ, ഇതൊക്കെയാണ് ഈ പബ്ലിക്കായിട്ട് കാണിക്കുന്നത്. മഹാചെറ്റത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഫുൾ കഞ്ചാവും മയക്കുമരുന്നാണെന്നുള്ള കാര്യം. ഇതാണ് സ്ഥിതി. ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും മയക്കുമരുന്നും അഴിഞ്ഞാട്ടും ബോയ് ഫ്രണ്ടും അതും ഇതും. ബോയ് ഫ്രണ്ട് ഒന്നൊന്നല്ല, 10ഉം 20ഉം ബോയ് ഫ്രണ്ട് ഉണ്ടാവും. പ്രശസ്തരായ ആൾക്കാർക്കെതിരെ പീഡനം കൊടുക്കുകയും ചെയ്യും. അവിടെ 10-20 ആൾക്കാർ പീഡിപ്പിക്കുന്നുണ്ടാവും, അത് പ്രശ്നമല്ല. വേറെ ആളുടെ ആൾക്കാർക്കെതിരൊക്കെ പീഡന കേസ് കൊടുക്കും. എന്നിട്ട് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് കുറെ വലിയ വലിയ വർത്താനം പറയും. ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലത്തെ ഒക്കെ മഹാചെറ്റത്തരം ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും, മയക്കുമരുന്നൊക്കെ അടിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്ത്രീകൾ. ഒരു വിലയും ഇല്ലാതായിരിക്കണം സ്ത്രീകൾക്ക്. അതിന്റെ കാരണം എന്താണ്? സ്ത്രീകൾ തന്നെയാണ്. മറ്റൊരു സംഗതിയും കൂടി വന്നിരിക്കുകയാണ്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഇവിടെ കാണുന്നത് ഈ ലിവ് ഇൻ ടുഗദർ ചെയ്ത ഒരാണും ഒരു പെണ്ണും അവർ ആദ്യം തന്നെ കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ പുരുഷനാണ് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു കോൺട്രാക്ട് എഴുതിയത്. അതിൽ പറയുന്നത് നമ്മൾ ലിവ് ഇൻ ടുഗദർ മാത്രമാണ്. ലിവ് ഇൻ ടുഗദർ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരുപാട് തവണ വേണ്ടി വന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അതൊന്നും തന്നെ പിന്നെ പീഡന കേസായിട്ട് പിന്നീട് തെറ്റിപ്പിരിഞ്ഞാൽ കൊടുക്കരുത് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ രൂപത്തിലാണ് ഇനി ഭാര്യയും ഭർത്താവും വരെ ഓരോ ദിവസം
ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കോൺട്രാക്ട് ഇങ്ങനെ എഴുതേണ്ടി വരും. അതേപോലെ തന്നെ ഈ അവസരം ചോദിച്ചിട്ട് സിനിമയിലൊക്കെ വരുമല്ലോ പെണ്ണുങ്ങള് കിടന്നു കൊടുക്കാൻ റെഡി ആയിട്ടില്ലേ, അവരോടൊക്കെ തന്നെ ഇങ്ങനെ എഴുതി വാങ്ങേണ്ടി വരും. എന്ന് വെച്ചാൽ ഇനി പുരുഷന്മാർ ഒരു അട്ടിക്ക് മുദ്രപത്രം കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അവസരം കിട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പൈസക്കൊക്കെ കിടന്നു കൊടുക്കും. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ട് പറയും പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പെട്ടില്ലേ. 10 വർഷം ഒന്നും വേണ്ട, 1 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ തന്നെ ആള് കുടുങ്ങിയില്ലേ. അപ്പൊ അതിന് എല്ലാ പുരുഷന്മാരും ഇനി അതൊക്കെ കോൺട്രാക്ട് പേപ്പറിൽ എഴുതിയിട്ട് ഒപ്പിടിക്കണ സ്ത്രീകളോട്. ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യം മഹാപോക്കാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്ത്രീകൾ പറഞ്ഞതാണ് സത്യം. സ്ത്രീകൾ പറഞ്ഞത് മാത്രമേ എല്ലാവരും വിശ്വസിക്കുള്ളൂ. സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പീഡിത ജീവിത എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കുറെ എണ്ണം സ്ത്രീകൾക്കെതിരെ സംസാരിച്ചു, സ്ത്രീത്വത്തിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ യാഥാർത്ഥ്യതാണ്, സ്ത്രീകളുടെ തനി നിറം ഓരോന്നോരോന്നും ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.